കുംഭമേളയിലെ വൈറല് പെൺകുട്ടിയുടെ വിവാഹത്തില് വീഴ്ചയില്ലെന്നറിയിക്കാന് ഡിജിപി. ദേശീയ SC/ST കമ്മീഷനു മുന്നില് ഡിജിപി നേരിട്ട് ഹാജരാകും. രേഖകള് പ്രകാരം 18 വയസ്സ് പൂർത്തിയായെന്നും രേഖകള് വ്യാജമല്ലെന്നുറപ്പിച്ചെന്ന നിലപാടും അറിയിക്കുമെന്ന് ഡിജിപി വ്യക്തമാക്കി. പെൺകുട്ടിയെ കാണാതായെന്ന പ്രചാരണം തെറ്റാണെന്നും കേരളത്തിലുണ്ടെന്നും പോലീസ് നിരീക്ഷണം തുടരുന്നുവെന്നും ഡിജിപി അറിയിക്കും. പോലീസ് സംരക്ഷണം നൽകാന് തയ്യാറാണെന്നും അറിയിക്കാനാണ് ഡിജിപിയുടെ നീക്കം. 18 വയസ്സ് പൂർത്തിയായെന്ന രേഖകള് പോലീസിലും തദ്ദേശവകുപ്പിലും ഹാജരാക്കിയിരുന്നു. അവ വ്യാജമല്ലെന്ന് ഉറപ്പാക്കിയാണ് വിവാഹം നടത്തിയതെന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. പ്രായപൂർത്തിയാകാത്ത മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിച്ചുവെന്നാരോപിച്ച് മാതാപിതാക്കള് ഫർമാനെതിരെ മധ്യപ്രദേശിലെ മണ്ഡലേശ്വര് DSPക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയില് നേരിട്ട് ഹാജരാകണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. അതേസമയം പെൺകുട്ടി ഗർഭിണിയാണെന്നും ഉടന് മധ്യപ്രദേശ് പോലീസിനു മുന്നില് ഹാജരാകാനാകില്ലെന്നും ഭർത്താവ് ഫർമാന് ഖാന് അറിയിച്ചിരുന്നു. പ്രായപൂർത്തിയായെന്ന രേഖകള് വ്യാജമല്ലെന്ന് കേരള DGP കമ്മീഷന്റെ മുമ്പില് ഹാജരായി അറിയിക്കും. കുംഭമേളയിലെ വൈറല് പെൺകുട്ടിയുടെ വിവാഹത്തില് വീഴ്ചയില്ലെന്നറിയിക്കാന് DGP. ദേശീയ SC/ST കമ്മീഷനു മുന്നില് DGP നേരിട്ട് ഹാജരാകും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. രേഖകള് പ്രകാരം 18 വയസ്സ് പൂർത്തിയായെന്നും രേഖകള് വ്യാജമല്ലെന്ന് ഉറപ്പിച്ചെന്ന നിലപാടും അറിയിക്കുമെന്ന് DGP വ്യക്തമാക്കി. പെൺകുട്ടിയെ കാണാതായെന്ന പ്രചാരണം തെറ്റാണെന്നും കേരളത്തിലുണ്ടെന്നും പോലീസ് നിരീക്ഷണം തുടരുന്നുവെന്നും DGP അറിയിക്കും. പോലീസ് സംരക്ഷണം നൽകാന് തയ്യാറാണെന്നും അറിയിക്കാനാണ് DGPയുടെ നീക്കം. 18 വയസ്സ് പൂർത്തിയായെന്ന രേഖകള് പോലീസിലും തദ്ദേശവകുപ്പിലും ഹാജരാക്കിയിരുന്നു. അവ വ്യാജമല്ലെന്ന് ഉറപ്പാക്കിയാണ് വിവാഹം നടത്തിയതെന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. പ്രായപൂർത്തിയാകാത്ത മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിച്ചുവെന്നാരോപിച്ച് മാതാപിതാക്കള് ഫർമാനെതിരെ മധ്യപ്രദേശിലെ മണ്ഡലേശ്വര് DSPക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയില് നേരിട്ട് ഹാജരാകണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. അതേസമയം പെൺകുട്ടി ഗർഭിണിയാണെന്നും ഉടന് മധ്യപ്രദേശ് പോലീസിനു മുന്നില് ഹാജരാകാനാകില്ലെന്നും ഭർത്താവ് ഫർമാന് ഖാന് അറിയിച്ചിരുന്നു. ഈ പരാതിയില് നേരിട്ട് ഹാജരാകണമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഭാര്യ ഗർഭിണിയാണെന്നും യാത്ര ചെയ്യാന് കഴിയില്ലെന്നും ഭർത്താവ് അറിയിച്ചത്. മധ്യപ്രദേശ് ഖർഗോണിലെ വനിത SIയെയാണ് വിവരമറിയിച്ചത്. കേസില് പെൺകുട്ടിയെയും ഭർത്താവ് ഫർമാനെയും അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി May 20 വരെ നേരത്തെ തടഞ്ഞിരുന്നു. മാർച്ച് 11-നാണ് പെൺകുട്ടി തമ്പാനൂര് പോലീസില് എത്തുന്നത്. പിതാവ് തന്നെ ബലം പ്രയോഗിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയി മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നുവെന്നായിരുന്നു വാക്കാല് പറഞ്ഞ പരാതി. തനിക്ക് കാമുകനൊപ്പം പോകണമെന്നും പെൺകുട്ടി പറഞ്ഞു. 18 വയസ്സും 3 മാസവുമാണ് പ്രായമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പെൺകുട്ടിയുടെ താൽപര്യപ്രകാരം വിട്ടയച്ചെന്നുമാണ് പോലീസ് പറയുന്നത്. വിവാഹത്തിന് ഹാജരാക്കിയത് വ്യാജരേഖകളല്ലെന്നും വിവാഹം രജിസ്റ്റർ ചെയ്ത പഞ്ചായത്തിന്റെയും അനുമതി കൊടുത്ത പോലീസിന്റെയും നടപടികളില് വീഴ്ചയില്ലെന്നുമാണ് കേരള പോലീസ് പറയുന്നത്. അതിനിടെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന് വ്യക്തമാക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാര് വിവാഹശേഷം റദ്ദാക്കിയതില് ദുരൂഹതയുണ്ടായിരുന്നു. 2025 ജൂൺ 6-നാണ് പെൺകുട്ടിക്ക് മധ്യപ്രദേശിലെ പഞ്ചായത്ത് വകുപ്പ് ജനന സർട്ടിഫിക്കറ്റ് നൽകിയത്. അതിനനുസരിച്ച് 2008 ജനുവരി 1-ആണ് ജനനതീയതി. അങ്ങനെ വരുമ്പോള് കല്യാണം നടന്ന മാർച്ച് 11-ന് 18 വയസ്സും 2 മാസവും 11 ദിവസം പൂർത്തിയായിട്ടുണ്ട്.